അതിന് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ പലതരത്തിലുള്ള കൊലപാതക ശ്രമങ്ങൾ, പ്രണയപ്പകയുടെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന വാർത്തയിൽ ഒരു കൗതുകവും തോന്നും, പക്ഷെ ഞെട്ടലും ഉണ്ടാക്കുന്നു. സ്ത്രീ വേഷത്തിൽ മുൻകാമുകിയോട് വൈരാഗ്യം തീർക്കാൻ ചെല്ലുന്ന ഒരു വ്യക്തി. കാമുകൻ എന്നൊന്നും വിളിക്കണ്ടല്ലേ, വ്യക്തി, അങ്ങനെ അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. അതിനേക്കാൾ എനിക്ക് അതിശയം തോന്നിയത് ഈ വട്ടിന് കൂടെ നിന്ന ബാക്കി 4 സുഹൃത്തുക്കൾ. ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രണയം പിടിച്ചു വാങ്ങാൻ കഴിയുന്ന ഒന്നാണോ എന്നൊക്കെയാണ്. എന്താണ് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം? എനിക്ക് ഈ ന്യൂസ് കണ്ടപ്പോൾ പണ്ടും ഇതുപോലെ ന്യൂസ് നടന്നായിരുന്നു. കാരണം സുഹൃത്തിന് കാമുകിയെ ലൈൻ സെറ്റ് ആക്കിക്കാൻ വേണ്ടി വണ്ടി ഇടിപ്പിച്ച് ഒരു കേസ്. എനിക്ക് ഇതുമായിട്ട് കണക്ട്. അപ്പോഴും സുഹൃത്തുക്കളാണ് എല്ലാത്തിനും കൂടെ നിൽക്കുന്നത്. അപ്പൊ ഈ ന്യൂസ് ആദ്യം കണ്ട ആ ഫോട്ടോ കണ്ടപ്പോൾ ആദ്യം തമാശയായിട്ടൊരു ചിരി വന്നു. കാരണം നമ്മൾ ആരെങ്കിലും കണ്ട് പെൺവേഷത്തിൽ ഹോസ്റ്റലിലേക്ക് കയറി ചെല്ലുന്നു, കൊല്ലാൻ അല്ലെങ്കിൽ പ്രതികാരം ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ശരിക്കും അവർ ആ പ്ലാൻ ചെയ്തതുപോലെ നടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു കൊലപാതകമോ എന്തെങ്കിലും നടന്നേനെ. അത്രയും കടന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു ദുരന്തം, ഒരു വലിയൊരു ഇതാണ് മാറിയത്. ഒരു പോലീസിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഇടപെടലിലൂടെ ആണത് മാറിയത്. ഈ സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള ബോധമില്ല എന്നുള്ളതാണ് മറ്റൊരിത്. ഇന്ന് എല്ലാം ഒരു ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് നൻപനെ പോലിയാരുമില്ല എന്നൊക്കെ പറയാം. ഞാനല്ലാതെ മറ്റാര് റീലൊക്കെ ഉണ്ടാകാൻ കൊള്ളാം. പക്ഷെ ഇങ്ങനത്തെ കടന്ന കൈക്കൊക്കെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ നല്ലതാണോ ചീത്തയാണോ എന്ന് എല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമുക്കും എല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും അബദ്ധം കാണിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എന്താ പറയാ, അടങ്ങിയിരിക്കും, വള്ളി പിടിക്കരുത്, ചെയ്യരുത് എന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കളാണ് നമുക്കൊക്കെ ഉള്ളത്. പക്ഷെ ഇവരൊക്കെ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി ഒരാള് ഇപ്പൊ പ്രണയത്തിലായിരുന്നു, രണ്ടുപേർ തമ്മിൽ ബന്ധത്തിലായിരുന്നു, ഒരാൾക്ക് എന്തോ കാരണം കൊണ്ട്, എന്ത് കാരണമോ ആയിക്കോട്ടെ, കേൾക്കുന്നവർക്ക് ദഹിക്കാൻ കഴിയാത്തൊരു കാരണമോ ആയിക്കോട്ടെ, ഒരു വ്യക്തി ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയാണ്. അത് സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ. ആ നോ എടുക്കാൻ കഴിയാത്ത മനുഷ്യരുടെ കാര്യമാണ്. ഇപ്പോൾ ഈ ആൺകുട്ടിയായിരുന്നു ഈ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതെങ്കിലും അപ്പുറത്ത് നിൽക്കുന്ന ആൾ കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ആണത്. ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി ഉണ്ടാകണ്ടേ? അതുപോലും ഇല്ലാത്ത ബന്ധങ്ങൾ, അവൾ എന്നെ ഇട്ടിട്ട് പോയി, അതുകൊണ്ട് അവളെ അങ്ങ് ഉപദ്രവിക്കാം എന്ന് കരുതി ഇരുന്ന് പ്ലാൻ ചെയ്ത് എങ്ങനെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് ഫ്രണ്ട്സിനെ കൂട്ടി എക്സിക്യൂട്ട് ചെയ്യുന്നത് ശരിക്കും ഒരു ക്രിമിനൽ മെന്റാലിറ്റി തന്നെയാണ്. സാധാരണ നമുക്കൊന്നും തോന്നുന്ന പ്രതികാര മനോഭാവമല്ല. ഇപ്പോ നമുക്ക് സാധാരണ മനുഷ്യരൊക്കെ പ്രതികാരം ചെയ്യണം എന്നൊക്കെ തോന്നി ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യുമായിരിക്കും. ഇതൊക്കെ പെൺവേഷം കെട്ടി അതും സ്വന്തം ഫ്യൂച്ചർ പോലും അപകടത്തിലാക്കുന്ന രീതിയിലൊക്കെ ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ പ്രണയപ്പകയുടെ കഥകൾ പറയുകയാണെങ്കിൽ കൊലപാതകം ചെയ്യുന്ന സമയം നമ്മൾ ഈ വെടിവെച്ചു കൊന്നതും വെട്ടിക്കൊന്നതുമായിട്ടുള്ള പല സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആതിര പറഞ്ഞത് കറക്റ്റാണ്. അത് പോലീസ് കറക്റ്റായിട്ട് ഇടപെട്ടത് കൊണ്ട് നമുക്കിതൊരു തമാശ ചർച്ചയായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുന്നു. അത് ശരിക്കും അത് സംഭവിച്ചിരുന്നെങ്കിലോ ചിലപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ഇമോഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഇതായിരിക്കില്ല, എക്സ്പ്രഷൻ ഇതായിരിക്കില്ല. നമ്മളതിനെ വളരെ മൃഗീയമായ ഒരു കൊലപാതകം എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും പറയുക. ഇപ്പൊ ആ പെൺകുട്ടി ഇപ്പൊ സേഫ് ആണ്, പോലീസ് അവരെ മാറ്റിയിട്ടൊക്കെ ഉണ്ട്. എന്തായാലും കടന്ന കൈയായി പോയി. അതുപോലെ ഇതിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പോലീസുകാർ സംശയാസ്പദമായ രീതിയിൽ പെൺവേഷം കെട്ടിയ ഒരു പുരുഷനെ അവിടെ കണ്ടതുകൊണ്ട് നിർത്തി ചോദ്യം ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഏത് ജില്ലയിലൂടെ കടന്നുപോയാലും ട്രാൻസ്ജെൻഡർ ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ഹോർമോൺ ട്രീറ്റ്മെന്റ് ആരംഭിച്ചവരും സർജറി കഴിഞ്ഞിട്ടില്ലാത്തവരുമായിട്ടുള്ള ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. ഇത്തരത്തിൽ ഈ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ഇതുപോലുള്ള ക്രൈം ചെയ്യാൻ ഈ ഒരു മറ ഉപയോഗിക്കുന്നതോടുകൂടി അവരെയും ആൾക്കാർ ഈ കണ്ണോടുകൂടി കാണാൻ ശ്രമിക്കും. ഇപ്പൊ ഈ സ്ഥലത്ത് തന്നെ ഇനി ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയെ കാണുമ്പോൾ ആൾക്കാർ ഈ ക്രൈമുമായിട്ടായിരിക്കും ഇത് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ പാവപ്പെട്ട ഈ എന്താ പറയുക ട്രാൻസ്ജെൻഡർ വ്യക്തികൾ അവരുടേതായ ഐഡന്റിറ്റിയിൽ അവരുടേതായ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഷ്ടപ്പെടുന്നതിനോടൊപ്പം ഈ പറയുന്ന ആൾക്കാർ കാണിച്ചു കൂട്ടുന്നതിന്റെ പ്രതിഫലം കൂടി അതിന്റെ പരിണിത ഫലം കൂടി അവർ അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ്. പിന്നീട് പറയുന്നുണ്ട്, മുൻ ക്രിമിനൽ കേസിലെ പ്രതി കൂടിയാണ് ഇവർ 5 പേരും. അതുകൊണ്ട് പിന്നെ അതിശയമൊന്നുമില്ല ഇത്രയും വലിയ ചിന്തിച്ചതിലൂടെ. എന്തായാലും വലിയൊരു അപകടമാണ് എന്തായാലും പോലീസിന്റെ മുൻകൈയോടെ മാറിയത്. അത് ഇപ്പം മുമ്പേ പറഞ്ഞതുപോലെ ഒരു നോ പറഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള മനസ്സ് ഇന്നേ വരെ ഒരു പുരുഷനും പറ്റിയിട്ടില്ല. പിന്നെ സ്ത്രീകളിലേക്ക് ഇത്രയും പ്രതികാരം ഒരു പുരുഷനും പറ്റിയിട്ടില്ല പറയില്ല, മിക്കവർക്കും പറ്റുന്നില്ല. അല്ല, പെണ്ണുങ്ങളും പോയി പ്രതികാരം
പ്രതികാരം ചെയ്തതിന്റെ കഥകൾ നോർത്തിൽ നിന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് ആണായാലും പെണ്ണായാലും നോ പറയുമ്പോൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക, അതാണ് ഇനി വേണ്ടത്. അതാണ് ഇപ്പൊ ഇല്ലാത്തതും. പിന്നെ ഇതുപോലെ സെലക്ട് ചെയ്യുമ്പോൾ പാർട്ണറെ സെലക്ട് ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ടതിന് വലിയൊരു കാര്യം. ഇപ്പൊ പറഞ്ഞല്ലോ ക്രിമിനൽ കേസിലെ പ്രതിയായിരുന്നു നേരത്തെ, അപ്പം ആളുടെ വ്യക്തിത്വം നമുക്ക് മനസ്സിലാക്കാം. അപ്പം പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ആ പാർട്ണറെ ചൂസ് ചെയ്യുമ്പോൾ അതും കൂടെ ശ്രദ്ധിച്ച് ഇതുപോലുള്ള അപകടമൊന്നും ഇല്ലാതെ സുരക്ഷിതമായിട്ട് പോകാം. അതെ, വള്ളി പിടിക്കാതെ രക്ഷപ്പെടാന്നുള്ളതാണ്. അതുപോലെ ഇപ്പൊ ഒരു പാർട്ട്ണർ ബ്രേക്കപ്പ് ആവുന്നു അല്ലെങ്കിൽ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നു, അവർക്ക് ഉറപ്പായിട്ടും മറ്റൊരു ബന്ധം ഉണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പൊ അവർക്കും ജീവിക്കണമല്ലോ, മുന്നോട്ടൊരു ജീവിതം ഉണ്ടാകണം. വിവാഹ ബന്ധമാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ പ്രണയ ബന്ധമാണെങ്കിലും പോട്ടെ, ഫ്രണ്ട്ഷിപ്പിൽ പോലും ഇപ്പൊ നമുക്കൊരു ഫ്രണ്ട് ഉണ്ടാകുന്നു, ആ ഫ്രണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് തെറ്റിപ്പിരിയുന്നു, 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവരുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ അത് റെസ്പെക്ട് ചെയ്യാൻ കഴിയണം. ഈ പറഞ്ഞതുപോലെ ആ പെൺകുട്ടിക്ക് മറ്റൊരു ബന്ധം ഉണ്ടാകുന്നു, അത് റെസ്പെക്ട് ചെയ്യാൻ കഴിയണം. കാരണം അങ്ങനെയാണ് ലൈഫ് പോകുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തി ഈ പെൺവേഷം കെട്ടി പോലീസ് ജയിലിലാകുന്ന സാഹചര്യം ഒഴിവാക്കിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് സ്യൂട്ടാവുന്ന, അദ്ദേഹത്തിന്റെ രീതികളുമായിട്ട് ഒത്തുപോകാൻ കഴിയുന്ന ഒരു പാർട്ട്ണറിനെ അദ്ദേഹത്തിനും കണ്ടെത്താൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇത്തരം എടുത്തുചാട്ടങ്ങൾ നടത്താതിരിക്കുക. അത് ഈ പറയുന്ന പോലെ ബന്ധങ്ങളിലേക്കാണെങ്കിലും ബന്ധങ്ങളിൽ നിന്ന് പുറത്തേക്കാണെങ്കിലും അതിനുശേഷമാണെങ്കിലും ഒരു ജാഗ്രത നല്ലതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ ഇതിന്റെ കമന്റ് ബോക്സുകൾ നോക്കണം. കമന്റ് ബോക്സുകൾ നമുക്ക് നമ്മുടെ നാട് ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിന്റെ പ്രതിഫലനമാണ് ഇതിന്റെ കമന്റ് ബോക്സുകൾ. ഇതിന്റെ താഴെ പറയുന്നത് അവൾ പോന്നെങ്കിൽ പോട്ടടാ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ പെണ്ണിനെ പറ്റി പറഞ്ഞ അവള് പോയിട്ടല്ലേ, അവൾക്ക് അത് തന്നെ വേണം എന്നും പറയുന്നവരുണ്ട്, അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്. അപ്പോൾ കമന്റ് ബോക്സിലൂടെ മനസ്സിലാകും ഇപ്പോഴത്തെ ആൾക്കാരുടെ മൈൻഡ് എന്താണെന്ന്. എനിക്കൊന്ന് കാലം മാറുന്തോറും ഇതിന്റെ ചിന്താഗതി മാറുമെന്നാണ് ചിന്തിച്ചിരുന്നത്, പക്ഷെ ഒരു മാറ്റവും കാണുന്നില്ല. ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെ മാറുന്നുണ്ടെങ്കിൽ പോലും മറ്റൊരു വിഭാഗം ഇതിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ പെൺകുട്ടിയാണ് തെറ്റ്. ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഈ ബന്ധം വേർപെടാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഈ പറഞ്ഞ കമന്റ് ഇടുന്നവർക്കോ ഈ സംസാരിക്കുന്ന നമുക്ക് പോലും അറിയില്ല ഈ ബന്ധം പിരിയാൻ കാരണം എന്താണെന്ന്. കാരണം എന്തോ ആയിക്കോട്ടെ, പിരിയാൻ തീരുമാനിച്ചു, ആ തീരുമാനത്തെയാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത്. അതുമല്ല അവരുടെ പേഴ്സണൽ ലൈഫിൽ നടന്നൊരു കാര്യം ഇങ്ങനെ ഒരു വാർത്താ പ്രാധാന്യമുള്ളൊരു കാര്യത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് അതും ആ ബന്ധത്തിന്റെ ഒരു പരാജയം തന്നെയാണ്. അപ്പോൾ ആ പെൺകുട്ടി ഇപ്പോൾ സേഫ് ആയിട്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെയും ഈ പറഞ്ഞതുപോലെ കൊലപാതക ശ്രമം അല്ലെങ്കിൽ കൊലപാതകമോ ജീവപര്യന്തം തടവ് കിട്ടാനുള്ള ശിക്ഷയൊന്നുമല്ല. ഈ വ്യക്തി പുറത്തിറങ്ങിയാൽ ഇനിയും ഇത് ആവർത്തിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാകില്ലേ? അപ്പോൾ ചിലപ്പോൾ ജീവൻ ബാക്കി നിൽക്കട്ടെ എന്ന് വിചാരിച്ച പെൺകുട്ടി വീണ്ടും ഇയാളുടെ ഭീഷണികൾക്ക് നിന്നു കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ പല സംശയങ്ങൾ ഉണ്ടാകുന്നു. ശരിക്കും ഒരു ബന്ധത്തിൽ ഒരു മനുഷ്യൻ നിൽക്കേണ്ടത് പേടിച്ചിട്ടാകരുത്, അല്ലെങ്കിൽ എന്തായിരിക്കും ഞാൻ മറ്റൊരു ബന്ധത്തിലേക്ക് പോയാൽ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ള ഭയം കൊണ്ടാകരുത് എന്നുള്ളതാണ്. ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അതാണ് ആവശ്യപ്പെടേണ്ടത്. എന്ത് തന്നെയായാലും നിന്നവനും കൊള്ളാം, വന്നവനും കൊള്ളാം, പോയവനും കൊള്ളാം, ഈ കൂട്ടു നിന്ന ചേട്ടന്മാരും കൊള്ളാം. എന്തായാലും എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. പെൺകുട്ടികൾ ഈ പറഞ്ഞതുപോലെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. അതൊരിക്കലും നമുക്ക് അല്ലാന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ആൾക്കാർക്ക് മാറ്റമുണ്ടാകാം. നമ്മളൊന്നും 5 വർഷം മുമ്പ് ചിന്തിച്ചതുപോലെ അല്ല നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. ഇവരൊക്കെ മാറി ചിന്തിക്കുമായിരിക്കാം. പക്ഷെ ചൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും. ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ത്രീകളെയും നമ്മൾ കാണാറുണ്ടല്ലോ. അതിനെപ്പറ്റി അതുകൊണ്ട് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ചൂസിങ് എ പാർട്ട്ണർ ഇസ് ഹ്യൂജ്. അത് എടുത്തുചാട്ടമാകരുത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോ പറഞ്ഞിറങ്ങാൻ കഴിയുന്ന ഒരു ബന്ധത്തിലേക്ക് ആയിരിക്കണം കടക്കേണ്ടത്. അത് നാളെ ഇപ്പൊ ഒരു ബന്ധം തുടങ്ങി നാളെ തന്നെ ഇറങ്ങിപ്പോണം എന്നുള്ളതല്ല. ഒത്തുപോകില്ല എന്നുണ്ടെങ്കിൽ പിരിയുന്നത് തന്നെയാണ് ഒരു ബന്ധത്തിൽ നല്ലത് എന്നുള്ളതാണ്.